കോഴിക്കോട് റൂറൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കലോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രധാനമായും സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടന്നത്. രണ്ടറ്റത്തും കൊമ്പ് നടുവിലിരിക്കാൻ പണ്ട്, രണ്ടറ്റത്തും കൊമ്പ് നടുവിലിരിക്കാൻ തണ്ട്, വടി കാണുമ്പോൾ ഓടും വലയെറിയുമ്പോൾ നേടും, വടി കാണുമ്പോൾ ഓടും വലയെറിയുമ്പോൾ നേടും, രണ്ടറ്റത്തും കൊമ്പ് നടുവിലിരിക്കാൻ തണ്ട്, വടി കാണുമ്പോൾ ഓടും വലയെറിയുമ്പോൾ നേടും. പ്രധാന വേദിയായ പുത്തൂർമഠം AM UP സ്കൂളിൽ ചിത്രരചന, കഥാരചന, ഉപന്യാസരചന, സമസ്യാപുരാണം, പ്രശ്നോത്തരി, കവിതാരചന തുടങ്ങിയ വിവിധ മത്സരങ്ങൾ നടന്നപ്പോൾ വിവിധ വിഭാഗങ്ങളിലുള്ള പദ്യം ചൊല്ലൽ മത്സരം BCM കോളേജിലെ സാഫല്യം വേദിയിലാണ് നടന്നത്. പെരുമണ്ണ ALP സ്കൂളിലെ സംഗമം വേദിയിൽ അഭിനയഗാനം, കഥാകഥനം തുടങ്ങിയ മത്സരങ്ങളും, മദ്രസ ഹാളിലെ 1-ാം നിലയിലെ സദ്ഭാവന വേദിയിൽ പദ്യം ചൊല്ലൽ മത്സരങ്ങളും, സൗഹൃദം വേദിയിൽ പ്രസംഗം, പദ്യം ചൊല്ലൽ മത്സരങ്ങളും നടന്നു. ക്വിസ് മത്സരം, ഉപന്യാസം, ഹിന്ദി കഥാരചന, കാവ്യകേളി, അക്ഷരശ്ലോകം, കടംകഥ, തർജ്ജമ, പോസ്റ്റർ നിർമ്മാണം, അടിക്കുറിപ്പ്, പദപ്പയറ്റ്, ഖുർആൻ പാരായണം തുടങ്ങി വിവിധ മത്സരങ്ങൾ പുത്തൂർമഠം UP സ്കൂളിലാണ് നടന്നത്. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റും ട്രോമാ കെയർ വളണ്ടിയർമാരും വിവിധ സേവനങ്ങളുമായി രംഗത്തുണ്ട്. പേര് സഹ്മാൻ ഫിസദ്. ഞാൻ GHS പെരുമണ്ണ EMS സ്കൂളിൽ നിന്നാണ് വന്നത്. ഞങ്ങൾക്ക് പുത്തൂർമഠം സ്കൂളിലാണ് ഡ്യൂട്ടി കിട്ടിയത്. അതേപോലെ പല സ്കൂളിലായിട്ട് ഡ്യൂട്ടി കിട്ടുന്നത്. ഞങ്ങളെ കണ്ടന്റ് അറിയണത് ഓരോ സെക്ഷനിൽ പോയി ഡ്യൂട്ടി എടുക്കുക, അവിടെ സഹായിക്കുക, ഗേറ്റ് ഡ്യൂട്ടി, അതുപോലെ ഞങ്ങൾക്ക് ട്രാഫിക് ഡ്യൂട്ടി ഉണ്ട്, ഫുഡ് ഡ്യൂട്ടി ഉണ്ട്, ഗേറ്റ് ഡ്യൂട്ടി, സ്റ്റേജ് ഡ്യൂട്ടി ഉണ്ട്. റൂം നമ്പർ അനുസരിച്ച് അവിടെ പോയി സഹായിച്ച് അവർക്ക് ഓരോ കണ്ടന്റ് റെഡിയാക്കി കൊടുക്കുക. ഇങ്ങനെ ഓരോ ഡ്യൂട്ടിയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ ജഡ്ജസിനെ ഹെൽപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ഒരു പറയുന്നത് കേൾക്കാനും ഇതാക്കുന്നുണ്ട്. പിന്നെ ഇത്രയാണ് നമ്മളെ തന്ന ഡ്യൂട്ടി. 50 പേരാണ് ഞങ്ങൾക്ക് ഇവിടേക്ക് സെലക്ഷൻ ആയിട്ട് ഇവിടേക്ക് വന്നത്. ഇനി മറ്റന്നാളത്തേക്ക് ബാക്കി കുട്ടികളെ വരും. ഇനി ഞാൻ EMS വരുന്നത്, EMS GHS പെരുമണ്ണ SPC ആണ്. പിന്നെ കുറെ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ട് ഇത് വരികയാണ്. പാർക്കിംഗ് ഏരിയക്കോ ഇവിടെ ഓരോ സഹായിക്കും, മറ്റുള്ള 4 സ്കൂളുകൾക്കൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പെരുമണ്ണയെ മലിനമാക്കാൻ അനുവദിക്കില്ല എന്നുറപ്പിച്ച 10ഓളം ഹരിതകർമ്മസേനാംഗങ്ങളും സ്ഥലത്ത് സജീവമാണ്. പെരുമണ്ണ പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഈ കലോത്സവമായിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ ഇടും, മുട്ടായി കടലാസൊക്കെ, ഭക്ഷണ വേസ്റ്റ് ഒക്കെ ഇടും. അത് പെറുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നിയമിച്ചാണ്. ഞങ്ങൾ 10 ആളുണ്ട്. 5 ആള് ഫുഡിൻ്റെ അവിടെയാണ്, 5 ആള് ഇവിടെയാണ്. വണ്ടി വരും, ഞങ്ങൾ കവറിലാക്കി കെട്ടി വെച്ചിട്ട് ഞങ്ങളെ ഹരിതകർമ്മസേനന്റെ വണ്ടി വരും. അതിൽ ഞങ്ങളെ MCFലേക്ക് കൊണ്ടുപോകും. മലിനമാകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇവിടെ ഈ 5 ദിവസവും ഞങ്ങൾ ഇവിടെ പ്രയത്നിക്കും. ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും സ്ഥലത്ത് ലഭ്യമാക്കിയിട്ടുണ്ട്. ആദ്യ ദിനം 2000ഓളം ആളുകൾക്കാണ് ഉച്ചഭക്ഷണം നൽകിയത്. അതിൻ്റെ ഭക്ഷണപ്പുരയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഭക്ഷണപ്പുര കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പ്രസ്തുത ഭക്ഷണ പാചകക്കാരനായിട്ടുള്ള പപ്പേട്ടനാണ്. പപ്പേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഇന്നും തിങ്കളാഴ്ചയും ഒക്കെയുള്ള ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ തയ്യാറാവുന്നത്. ഇന്ന് ശനിയാഴ്ച 2000-ൽ പരം വിദ്യാർത്ഥികൾക്കും അവരുടെ കൂടെ വരുന്ന അധ്യാപകർക്കും മറ്റു നാട്ടുകാർക്കുള്ള ഭക്ഷണം നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല വെജിറ്റബിൾ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത്. തിങ്കളാഴ്ചയും അതുപോലെ നല്ല സദ്യ കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച 2500 ആൾക്കുള്ള സദ്യയാണ് കൊടുക്കുന്നത്. വരും ദിവസങ്ങളിൽ കൗമാരകലയുടെ കൊടിപാറും മത്സരങ്ങളാണ് വേദികളിൽ അരങ്ങേറുക. സ്കൂൾ കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ MLA PT റഹീം നിർവഹിക്കും.